അങ്ങനെ സ്വർഗത്തിന്റെ മനോഹരമായ വെള്ളം കുടിച്ച് സുന്ദരികളായി സുന്ദരന്മാരായി ആ സ്വർഗത്തിന്റെ പ്രകാശം ഏറ്റുവാങ്ങിയിട്ട് കടന്നു ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ വേണ്ടി ഓടി ആദ്യം എത്തുന്നത് അവിടുത്തെ കുഞ്ഞുമക്കളാ. നല്ല വസ്ത്രം ധരിച്ച് കാണാമൊഞ്ചുള്ള പവിഴമുത്തുക്കളെ പോലെയുള്ള കുഞ്ഞുമക്കൾ. അവര് വന്ന് പറയും, അതാണ് ഖുർആൻ പറഞ്ഞത്, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഇവര് കടന്നു ചെല്ലുമ്പോ അവരുടെ ചുറ്റാകെ കുഞ്ഞുമക്കൾ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ട് അവർക്ക് സ്വാഗതമാശംസിച്ചു കൊണ്ടുവരുന്നതാ. ഇസ്മായിൽ ഉസ്താദ് ഇവിടുന്ന് പോയപ്പോ കുറെ ഇർഷാദിയുടെ കുഞ്ഞുമക്കൾ യൂണിഫോം ധരിച്ച് ഉസ്താദിനെ കൊണ്ടുപോയല്ലോ. ഞാനിങ്ങോട്ട് വന്നപ്പോ, തങ്ങൾ വന്നപ്പോ അവരെ കൊണ്ടുവരാനും ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ വന്നല്ലോ. അതൊരു അലങ്കാരമാണ്, അതൊരു സന്തോഷമാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ചെന്നപ്പോ മദീനയുടെ കുഞ്ഞുമക്കളാണ് ബാലികാബാലന്മാരെന്ന് ചരിത്രം പറഞ്ഞ കുഞ്ഞുമക്കളാണ് തോലകൾ ബദർ പാടിയത്. അല്ലാഹുവേ പടച്ചവനെ, നബി തങ്ങളോട് സഹാബികൾ ചോദിച്ചു, നബിയേ ആ കുഞ്ഞുമക്കൾ എവിടെ നിന്ന് വരുന്നതാണ്? ഒരുപാട് അഭിപ്രായമുണ്ടെങ്കിലും നമ്മുടെ നെഞ്ചിൽ തട്ടുന്ന ഒറ്റ അഭിപ്രായം അല്ലാഹുവിന്റെ റസൂൽ നിന്നെടുക്കുകയാ. ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ കുഞ്ഞുമക്കളാണ്. ചെറിയ പ്രായത്തിൽ മരിച്ചുപോയവരെ, ഉമ്മയുടെ പാല് കുടിച്ച് പ്രായം തീരുന്നതിന് മുമ്പ് മരിച്ചുപോയവരെ, ഉമ്മയുടെ സ്നേഹം കിട്ടി കൊതി തീരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുഞ്ഞുമക്കൾ. ആ കുഞ്ഞുമക്കൾ അല്ലാഹുവിന്റെ സ്വർഗത്തില് സ്വർഗാവകാശികളെ സ്വീകരിക്കാൻ വരികയാണ്. സംഭവമൊക്കെ ശരി തന്നെയാണ്. എന്നാലും കുഞ്ഞുമക്കൾ മരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റൂല. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കാക്കണേ റഹ്മാനെ. അവർക്കൊരപകടവും നീ കൊടുക്കല്ലേ അല്ലാ. വെക്കേഷൻ സമയമാണ്, ഒന്നും നോക്കാതെ ഓടി ചാടി കളിച്ച് തിമിർത്ത് ഉത്സാഹിച്ച് നടക്കുന്ന സമയമാണ്. അല്ലാഹുവേ, എപ്പോഴും അവരുടെ പിന്നാലെ നടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. റോഡ് മുറിച്ച് കിടക്കുമ്പോ, ചാടി കളിക്കുമ്പോ, പന്ത് കളിക്കുമ്പോ അല്ലാഹുവേ, അപകടത്തിന്റെ ചതിക്കുടികളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ യാ ഹഫീദു യാ അല്ലാ, യാ ഹഫീദു യാ അല്ലാ, നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ, നീ കാക്കണേ തമ്പുരാനേ. അല്ലാഹു റബ്ബുൽ